ഹലോ ഫ്ലൈവിലേഴ്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് മെർസിഡീസ് ബെൻസിൻ്റെ പ്ലാന്റ് ആയിട്ടുള്ള ചാക്കൻ പ്ലാന്റിലാണ്. ഇവിടെ വന്നിരിക്കുന്ന ലക്ഷറിയുടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാനാണ്, രണ്ട് തരത്തിലുള്ള ലക്ഷറി. അത് എൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും നിൽക്കുന്നുണ്ട്. ഒന്ന് പാരമൗണ്ടായി നിൽക്കുന്ന എസ് ക്ലാസിൻ്റെ AMG ഫോമാറ്റ്, എസ് ക്ലാസ് S63 AMG, അതുപോലെ തന്നെ GLSൻ്റെ മൈബാക്ക് ഫോമാറ്റും, അത് മൈബാക്ക് GLS 600. ഇത് രണ്ടും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് GLS ആക്ച്വലി ഫേസ് ലിഫ്റ്റും എസ് ക്ലാസിൻ്റെ 63 പുതിയ മോഡലുമാണ്. സോ ഇത് ഇപ്പം ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് വാക്ക് അറൗണ്ടാണത്. ഉടനെ ഡ്രൈവ് കൊണ്ടുവരും. സോ ഓൾ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. ലോകത്ത് തന്നെ ഏറ്റവും സോർട്ട് ഓഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലക്ഷറി ബ്രാൻഡാണ് മെർസിഡീസ് ബെൻസ്. അതൊരു ജർമ്മൻ ലക്ഷറി ബ്രാൻഡാണ് നമുക്കറിയാം. അത് തന്നെ കാർ മേക്കേഴ്സുമാണ്. അവരുടെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് സബ് ബ്രാൻഡ്സാണ് മെർസിഡീസ് AMGയും മെർസിഡീസ് മൈബാക്കും. രണ്ട് തരത്തിലുള്ള ലക്ഷറിയാണ് ഇതിൽ കാണിക്കുന്നത്. ഒന്ന് പെർഫോമൻസ് ലക്ഷറിയും ഒന്ന് അൾട്രാ റിഫൈൻഡ് ലക്ഷറി. അതേപോലെ തന്നെയാണ് മെർസിഡീസ് ബെൻസിൻ്റെ രണ്ട് ഫ്ലാഗ്ഷിപ്പ് മോഡലാണത്. മെർസിഡീസ് ബെൻസ് എൻറ്റയർ ലൈനപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പാണ് എസ് ക്ലാസ് നമുക്കറിയാം. അതേപോലെ തന്നെ SUV ലൈനപ്പിലുള്ള ഫ്ലാഗ്ഷിപ്പാണ് GLS. G-Wagon ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറെ തന്നെ എൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇവിടെ പറയാത്തത്. ഈ രണ്ട് മോഡലുകളാണ് ഫ്ലാഗ്ഷിപ്പായി നിൽക്കുന്നത്. അതിൽ തന്നെ S660 എന്ന് പറയുന്നത് മെർസിഡീസ് ബെൻസിൻ്റെ ഒരു പെർഫോമൻസ് ഫ്ലാഗ്ഷിപ്പാണ്. AMGയുടെ തന്നെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. അതേപോലെ തന്നെയാണ് GLS എന്ന് പറഞ്ഞ SUVയിൽ നിൽക്കുന്ന മൈബാക്കിൻ്റെ ഒരു ടോപ്പ് എൻഡ് നിൽക്കുന്നത്. പക്ഷേ മൈബാക്കിനെ സംബന്ധിച്ചിടത്തോളം സിഡാനാണ് ഏറ്റവും ടോപ്പ് എൻഡ്. അതാണ് S680 എന്ന് പറയുന്ന മോഡൽ മെർസിഡീസ് മൈബാക്ക് എസ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ എപ്പിസോഡാണ്. അത് വെറും S680 മാത്രമായിരുന്നു, മൈബാക്ക് ലൈഫ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൈബാക്ക് ലൈഫ് സ്റ്റൈലിനെ കാണുന്ന ആ എപ്പിസോഡ് നിങ്ങൾക്ക് മിസ് ചെയ്യേണ്ട എന്തായാലും കാണണം. ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന വണ്ടിയിൽ വന്നിരിക്കുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിപ്പം ഇവിടെ രണ്ടുപേരും വണ്ടിയിലും ഇല്ല. പക്ഷേ ഈ ഒരു വണ്ടിയിലുള്ള ഫീച്ചേഴ്സും എന്തുകൊണ്ട് ഇത് രണ്ട് ടൈപ്പ് ഓഫ് ലക്ഷറി നിൽക്കുന്നത് നമുക്ക് നോക്കാം. സോ എൻജോയ് ബോത്ത് ദ ഫ്ലാഗ്ഷിപ്പ് ഫ്രം മെർസിഡീസ് ബെൻസ്. സോ എസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫുൾ സൈസ് സിഡാനാണ്. അതിൻ്റെ തന്നെ ലെങ്ത് കൂടിയ മോഡലുള്ള മൈബാക്കിലും AMG വന്നിരിക്കുന്നത് നോർമൽ ഷേപ്പിലാണ്, വിച്ച് ഇസ് ലോങ് വീൽ ബേസ്. അതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് ആക്ച്വലി അഫത്തബാഗ് ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ AMGക്ക് മാത്രമാണ് ഇതുവരെ, മൈബാക്കിന് നമുക്ക് റിട്ടേൺ ആയിട്ട് കാണും. അത് ഗ്രില്ലിൽ വന്നിരിക്കുന്ന വേറെ വലിയൊരു മാറ്റമുണ്ട്. കാരണം മെർസിഡീസ് സാധാരണ സ്റ്റാൻഡപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹുഡ് ഓർണമെൻറ്റാണ് എസ് ക്ലാസ് അപ്പോൾ വന്നത്. പക്ഷേ AMGയിൽ ഇപ്പം പുതുതായിട്ട് ഇവിടെ സ്റ്റാർ ലോഗോ ആയിട്ട് നിൽക്കുന്ന സ്പോർട്ട് ഗ്രില്ല് വന്നിട്ടുണ്ട്. വെർട്ടിക്കൽ സ്ലാക്കാണ്, ഒരു AMG ലോഗോ കാണാം. താഴെ ബമ്പറിലാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബമ്പറാണ്. വലിയൊരു എയർ വെൻ്റ് ഉണ്ട്. അതിൻ്റെ ചുറ്റും തന്നിരിക്കുന്നതെല്ലാം കാർബൺ ഫൈബറാണ്. ഇത് വന്നിരിക്കുന്ന ഡിജിറ്റൽ ലൈറ്റാണ്, ടോപ്പ് എൻഡായി നിൽക്കുന്ന ലൈറ്റാണ്. എയർ വെൻസിൽ ഒരുപാട് നമുക്ക് കാണാം. പിന്നെ ഈ ഒരു കളറാണ് വേറെ പ്രത്യേകത. കളർ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിവിഷൻ ഉണ്ട് ഇവരെ കസ്റ്റമൈസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ആൽപിൻ ഗ്രേ, ഇത് എഡിഷൻ 1 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ആദ്യമായിട്ട് വരുന്ന മോഡലായതുകൊണ്ട് എഡിഷൻ 1 അതിൽ മാത്രം വന്നിരിക്കുന്ന ഒരു കളറാണ്, ആ സ്പെഷ്യൽ കളറാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന വീലും എഡിഷൻ 1ൻ്റെ വീലാണ്. 21 ഇഞ്ചിൻ്റെ ഫോഴ്സ്ഡ് അലോയ് ആണ്. അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയ ഒരു വൈസ്പോക്ക് ഡിസൈനാണ്, അട്രാക്റ്റീവ് ആണ്. സെൻറ്ററിൽ ആ ലോഗോ വന്നതിൽ അട്രാക്റ്റീവ് ഉണ്ട്. ഉള്ളിൽ യെല്ലോ കാലിപ്പർ വന്നിട്ടുണ്ട്, അത് AMG പാർട്ടായി നിൽക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പം V8 ബൈടർബോ ഈ പെർഫോമൻസ് ഒന്ന് കാണാം. അത് ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇത് GT63 വന്നിരിക്കുന്ന അതേ ടെക്നോളജിയാണ്, ഹൈബ്രിഡ്, ഡിറൈവ്ഡ് ഫ്രം ഫോർമുല 1. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് എഡിഷനാണ്ട് കാർബൺ ഫൈബർ ആയിട്ടുള്ള സൈഡ് മിറർ ഉണ്ട്. ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ക്രോം വന്നിട്ടില്ല. പാനോറമിക് സൺറൂഫ് ആക്ച്വലി വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഫ്ലഷ് ഡോർ ഹാൻഡിൽ നമുക്കൊരു എസ് ക്ലാസ്സിൽ വന്ന എലമെൻറ്റാണ്, സ്വൈപ്പ് ചെയ്താൽ പൊങ്ങി വരും. അതേപോലെ തന്നെ താഴെ വന്നിരിക്കുന്ന ഈ ഒരു സ്കേർട്ടിങ് കാർബൺ ഫൈബറിൽ വന്ന സ്കേർട്ടിംഗ് ആണ്. അഗെയിൻ ലൈക്ക് AMG എലമെൻറ്റായി നിൽക്കുന്നതാണ്. സൈഡിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് ശരിക്കും രണ്ട് സൈഡിലും ഫ്യൂൽ ക്യാപ്പ് കാണാം. ഈ സൈഡിൽ നിൽക്കുന്നത് ഫ്യൂൽ ക്യാപ്പായിട്ടും അതുപോലെ തന്നെ അപ്പുറം നിൽക്കുന്നത് ഇലക്ട്രിക്കിന് പ്ലഗ് ഇൻ ഹൈബ്രിഡിനുള്ളതാണ്. റിയറിലേക്ക് വരുമ്പം S63 റെഡ് കളർ ലോഗോ ആണുള്ളത്. അത് കാണിക്കുന്ന ഈ പെർഫോമൻസ് ആണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത് അഗെയിൻ AMG മാത്രമല്ല, ഈ പെർഫോമൻസ് ആയതുകൊണ്ട് വന്നിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ടെയിൽ ലൈറ്റെല്ലാം അതേപോലെ നിർത്തിയിട്ടുണ്ട്. പിന്നെ താഴെ വരുമ്പോഴാണ് നമുക്കൊരു കുറച്ച് ബ്ലാക്ക് ഔട്ട് നിൽക്കുന്നുണ്ട്. ഡബിൾ എക്സോസ്റ്റ് ഒരു സൈഡിലാണെങ്കിൽ 4 എക്സോസ്റ്റ് നിൽക്കുന്നുണ്ട്. ഇത് അഗെയിൻ AMG എലമെൻ്റാണ്. തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ബൂട്ടിൽ കുറച്ച് സ്പേസ് കുറയുന്നുണ്ട്. കാരണം ബാറ്ററി ഇവിടെ വരുന്നുണ്ട്. 300 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ലഭിക്കുന്നത്. ഇവിടെയാണ് ബാറ്ററീൻ്റെ താഴെ വരുന്നതുകൊണ്ടുള്ള സ്പേസ് പോകുന്നത്. ഇത് കഴിഞ്ഞ് തന്നെ ഇപ്പുറം വരുമ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, ഈ ഒരു ഫ്യൂൽ ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ ആക്ച്വലി ചാർജിങ് പോർട്ടാണ്. അത് നമുക്ക്
പ്ലഗ് ഇൻ ഹൈബ്രിഡിൻ്റെ ചാർജിങ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ ഇത്രയാണ് പുറത്ത് വന്നിരിക്കുന്ന മാറ്റം. ഇനി വന്നിരിക്കുന്ന ഇൻറ്റീരിയറിലെ മാറ്റമാണ്. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാൻ ഞാൻ കാണിച്ചു തരാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പം നമുക്ക് AMGയുടെ ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് കാണാൻ പറ്റും. പക്ഷേ ബേസിക്കലി എസ് ക്ലാസ് ഡിസൈൻ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോപ്പ് ആൻഡ് എസ് ക്ലാസ് ഡിസൈനാണ്. അതിൽ AMG എലമെൻ്റ് ആയി നമുക്ക് കാണാവുന്ന സ്റ്റിയറിംഗ് വീലാണ്. ഡബിൾ സ്പോക്കിൽ ടച്ച് ഔട്ട് കൂടി വന്ന സ്റ്റിയറിംഗ് ആണ്. നമ്മുടെ ഓണാക്കിയാൽ ഇവിടെ ഇലുമിനേറ്റ് ചെയ്യുന്ന 2 റോ ഉണ്ട്, ഇത് കാണാം. ഇതെല്ലാം നമ്മൾ പല AMGയിലും കണ്ടിട്ടുള്ളതാണ്. നമുക്കിവിടെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൽ നമുക്ക് പല കൺട്രോൾസും ചെയ്യാൻ പറ്റുന്നതാണ്. നോബ് തിരിച്ചിട്ട് നമുക്ക് ഇവിടെ ഡ്രൈവ് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയുള്ള എക്സോസ്റ്റും മറ്റുള്ള കൺട്രോൾസും ഗിയർ ഏത് സെലക്ട് ചെയ്യണം, മാനുവൽ സെലക്ട് ചെയ്യണോ, അതേപോലെ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ AMG ഡൈനാമിക്സ്, അതുപോലെ ESP ഓഫ് ചെയ്യാം, സസ്പെൻഷൻ കൺട്രോൾ, ഗിയർ, അങ്ങനെയുള്ള എല്ലാതും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഓരോ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാം. ഇത് ബാറ്ററിയാണ്, ഇലക്ട്രിക് ആണ്, അതുപോലെ തന്നെ സ്പോർട്ട് പ്ലസ്, പിന്നെ റേസ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡിവിജ്വലും ഉണ്ട്. ഇത്രയാണ് ആക്ച്വലി ഇത് ഐസും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഇതിൽ വന്നിരിക്കുന്നത്. ഡബിൾ സ്കോപ്പായിട്ടുള്ള സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് എസ് ക്ലാസ്. പക്ഷേ മാറ്റമുള്ളത് ഈ ഒരു ട്രിമ്മാണ്. ഇതിൽ വന്നിരിക്കുന്ന റെഡ് കളറായിട്ടുള്ള കാർബൺ ഫൈബർ ട്രിമ്മാണ്. ബ്ലാക്ക് ആണ് നോർമലി വരുന്നത്. എഡിഷൻ വന്നിരിക്കുന്ന ട്രിമ്മാണ്. അതുപോലെ തന്നെ എഡിഷൻ 1 വന്നിരിക്കുന്ന 63യുടെ ലോഗോ നമുക്ക് ഇവിടെ കാണാം. ഇതും ഈ ഒരു പെർട്ടിക്കുലർ മോഡലിനേ ഉള്ളൂ. 3 എണ്ണം മാത്രമാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. 3.8 crore വരുന്നുണ്ട്. ഇനി അതെല്ലാം നമുക്ക് ആ 3 എണ്ണം സോൾഡ് ഔട്ട് ആയതുകൊണ്ട് ഇനി വേണമെന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കുക. 3.3 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വന്നിരിക്കുന്ന ലെതർ ആണെങ്കിലും AMG സ്പെസിഫിക് നാപ്പ ലെതറാണ്. ഇതിൽ വന്നിരിക്കുന്ന സ്റ്റിച്ചസും അതുപോലെ തന്നെ ഒരു പാറ്റേൺ എല്ലാം തന്നെ AMG സ്പെസിഫിക് ആണ്. അഫൽദാബാഗിൻ്റെ ലോഗോ, AMGയുടെ ലോഗോ നമുക്കിവിടെ കാണാം. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റുന്നതാണ്. ഇത്രയാണ് വന്നിരിക്കുന്ന ഇൻറ്റീരിയർ. ഇനി റിയർ സീറ്റ് ഉണ്ട്. റിയർ സീറ്റിലുള്ള നമുക്ക് റിയറിനും കാണാം. സോ റിയറിലേക്ക് വരുമ്പം എസ് ക്ലാസിൻ്റെ ഒരു ടോപ്പ് ആൻഡ് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് കാണാം. മൈബാക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ ലെങ്ത്ത് കുറയുന്നുണ്ട്. പക്ഷേ എസ് ക്ലാസ് എഡിഷൻ 1 വന്നപ്പോൾ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ്, അതായത് ഇതിൽ വന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്നാണ് ഇതിന് പറഞ്ഞത്. അതായത് സീറ്റ് ഫോൾഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോയിട്ടിരിക്കുന്ന പരിപാടിയെല്ലാം ഇതിൽ നടക്കും. സീറ്റും അത്ര തന്നെ കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിരിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യമാണ്. അതൊരു ഫസ്റ്റ് ലുക്കാണ് ഞാൻ പറയുന്നില്ലേ ഉള്ളൂ. ബാക്കി നമ്മൾ AMGയിൽ കണ്ടിരിക്കുന്ന ഈ അഡീഷണൽ ക്വാളിറ്റിയും ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ബാക്ക് സീറ്റിന് ഇമ്പോർട്ടൻ്റ് വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് സീറ്റിൽ ഒരിക്കലും കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവിൽ നോക്കാം. എന്തായാലും ഇത് ഫസ്റ്റ് ലുക്കാണ്. ഇനി മെയിനായിട്ടുള്ള ഒരു എലമെൻറ്റ് ഇതിൻ്റെ ഹാർട്ടാണ്, അത് എഞ്ചിനാണ്. അപ്പോൾ എഞ്ചിനിൽ വന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫോർമുല 1 ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു പവർ ട്രെയിൻ സിസ്റ്റമാണ് S63E പെർഫോമൻസിൽ വന്നിട്ടുള്ളത്. 4 ലിറ്റർ ടിൻ ടർബോ V8ഉം അതുപോലെ തന്നെ റിയർ മൗണ്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് മോട്ടറുമാണ് ഇതിൽ വരുന്നത്. ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് സിസ്റ്റമാണത്. കമ്പൈൻഡ് ആയിട്ട് 802 HP-യും 1430 ടോർക്കുമാണ് വരുന്നത്. നമ്മൾ മുമ്പ് GT63E പെർഫോമൻസിൽ കണ്ട പോലെ തന്നെ റിയർ മൗണ്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് സിസ്റ്റമാണത്. ഇതിൽ വന്നിരിക്കുന്നത് ഈ മോട്ടർ 13.1 kWh ലിത്യം അയൺ ബാറ്ററിയിലാണ് വന്നത്. ഇത് റിയറിൽ ബൂട്ടിൻ്റെ സൈഡിലാണ് ബാറ്ററി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക്കിൽ മാത്രമായിട്ട് 33 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ സാധിക്കും. ഈ ഇലക്ട്രിക് മോട്ടറിന് പവർ വരുന്നത് 190 HP-യും 239 Nm ടോർക്കുമാണ്. ഇതിനോട് മീറ്റ് ചെയ്തിട്ടുള്ള 9 സ്പീഡ് ഷിഫ്റ്റ് MCT ഗിയർ ബോക്സ് ആണ്. ഇലക്ട്രിക് മോട്ടറിനാണെങ്കിൽ 2 സ്പീഡ് ഗിയർ ബോക്സും വരുന്നുണ്ട്. കമ്പൈൻ ചെയ്ത് വരുമ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 0 to 100 3.3 സെക്കൻഡിൽ മാത്രമാണ്. 258 ടോപ്പ് സ്പീഡ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡ്രൈവർ പാക്ക് ഓപ്റ്റ് ചെയ്യാണ് 290 കിലോമീറ്റർ വരെ ഈ ഫുൾ സൈസ് ലിമോസിന് ട്രാവൽ ചെയ്യാൻ സാധിക്കും. സോ ഇനിയുള്ളത് GLS ആണ്. GLS എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന് മൈബാക്കും ആണ്, അതുപോലെ തന്നെ SUV ആണ്. GLSൻ്റെ ഫേസ് ലിഫ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഫേസ് ലിഫ്റ്റിൽ വലിയ മേജർ ചേഞ്ച് അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നല്ല രസമുണ്ട് കാണാൻ. ഒന്ന് വലിയ ഗ്രില്ലായിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ തന്നെ ഈ ഒരു ആക്സഞ്ചേഴ്സ് എല്ലാം കുറച്ചൊന്ന് തിന്നാക്കിയിട്ടുണ്ട്. നമുക്ക് അറിയാം ഈ ഒരു പിൻ സ്ട്രൈപ്പ് ആയിട്ടുള്ള വെർട്ടിക്കൽ സ്ലാക്ക് വന്നിരിക്കുന്ന മൈബാക്ക് ഗ്രില്ല്. പിന്നെ വന്നിരിക്കുന്ന ഒരു മാറ്റം ഇവിടെയാണ്. ഇത് റിയൽ എയർവെൻസ് വന്നിട്ടുണ്ട് ഒരു സൈഡിൽ നമുക്ക് ബോൾഡായിട്ട് കാണാം. ഇത് ആക്ച്വലി ബോൾഡായി നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഈ ഒരു ഡീറ്റെയിലിംഗ് മൈബാക്കിൻ്റെ ഡീറ്റെയിൽസ് വന്നത് അട്രാക്റ്റീവാണ്. ലൈറ്റ്സ് റിമെയിൻ സെയിം. താഴെ വന്നിരിക്കുന്ന ബമ്പറിലാണ് പിന്നെ ഒരു മാറ്റമുള്ളത്. വലിയൊരു ക്രോം പോർഷൻ ഉണ്ടായത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കിയ ഫീൽ എനിക്കില്ല. ഈ സൈഡിൽ ശരിക്കും എയർവെൻ്റ് എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് V8 ആണ്. V8ലേക്കുള്ള എയർ ഇൻടേക്ക് ആണ്. സൈഡിലേക്ക് വരുമ്പോൾ വലിയ മാറ്റമില്ല. പക്ഷേ സൈഡിൽ വന്നിരിക്കുന്ന ഈ ഒരു 22 ഇഞ്ച് അലോയും ഉണ്ട്.
23ൻ്റെ ഓപ്ഷൻ ഉണ്ട്. 23ൽ തന്നെ 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ പോലെ തന്നെ ഉണ്ടായിരുന്ന മൾട്ടി സ്പോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന മോണോ ബ്ലോക്ക് ഉണ്ട്. നമ്മൾ സാധാരണ മൈബാക്ക് എസ് ക്ലാസ്സിലെല്ലാം കണ്ടിരുന്ന ആ ടൈപ്പ് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. സൈക്കിളൊക്കെ വരുമ്പോൾ ഈ ഒരു ഏരിയയിലൊന്നും ഒരു മാറ്റമില്ല, ഗ്രീൻ ഹൗസും ക്രോം എല്ലാം നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വലിയ പ്രത്യേകത വന്നിരുന്ന സ്റ്റെപ്പാണ്. ഈ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിനേക്കാളും റിയറിലേക്ക് ബാക്കിൽ വീതി കൂടുതലുള്ള സ്റ്റെപ്പാണ്. റിയറിൻ്റെ സൈറ്റിന് ബോർഡൻസാണ് കാണിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഇപ്പോൾ കാണാത്ത നോക്കേണ്ട, വെളിച്ചുള്ളതാണ്. അതുപോലെ AMGയുടെ ഉള്ള പോലെ തന്നെ മൈബാക്കിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. ഇൻറ്റീരിയറിൽ വലിയ മാറ്റമൊന്നും വരുത്തിയില്ല, സെയിം ഇൻറ്റീരിയർ ആയിട്ട് നമ്മൾ പണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുന്ന അതേ കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. സ്റ്റിയറിങ്ങിലാണ് മാറ്റമുള്ളത്. അപ്പോൾ റീസെൻ്റ്ലി വന്നിരിക്കുന്ന എസ് ക്ലാസ് എല്ലാം പോലെ അതുപോലെ തന്നെ പുതിയ GLSൽ വന്ന സ്റ്റിയറിംഗ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് മൈബാക്ക് സ്റ്റിയറിംഗ്. റിയറിലേക്ക് വന്നാലും ചേഞ്ചസ് ഒന്നുമില്ല, പക്ഷേ റിയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന് ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു ലോഞ്ചായിട്ട് സീറ്റാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് സെപ്പറേറ്റ് ആയി നിൽക്കുന്ന 2 ക്യാപ്റ്റൻ സീറ്റ്, അതും തന്നെ സെൻറ്ററിലൊരു ഐലൻഡ് ഉണ്ട്. ഈ ഒരു ഐലൻഡിനും സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. അതില്ലാത്ത ഓപ്ഷനുണ്ട്, അത് നമുക്ക് ഓപ്ഷനായിട്ട് ലഭിക്കുന്നതാണ്. അതിൽ തന്നെ ഫോൺ ചാർജിങ്ങും മറ്റുള്ള ഫീച്ചേഴ്സെല്ലാം വരുന്നത്. ഇതിൻ്റെ പുറമെ ഇതിൽ ഫ്രിഡ്ജ് വരുന്നുണ്ട്. ആക്ച്വലി ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജുണ്ട്. ഈ ഒരു ഫ്രിഡ്ജ് വരുന്നുള്ളതുകൊണ്ട് കുറച്ചൊരു ബൂട്ട് കോംപ്രമൈസും, പക്ഷേ ഇതൊരു ആഡഡ് ഫീച്ചറാണ്. ഫ്രിഡ്ജും കൂടെ വരുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്ന മാറ്റം റിയറിലാണ്. ഇനി സ്റ്റെപ്പിനെ കാണിക്കുന്ന തന്നെ ഒരു കാര്യം പറയാം. ഇതിൽ വന്നിരിക്കുന്ന ആ ഡാൻസിങ് ഫീച്ചർ, മൈബാക്ക് ഡാൻസിങ് ബൗൺസിങ് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഇതിലുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്നില്ല, നമ്മൾ ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ട്. അപ്പം അത് ഇതിൽ വരുന്നത്. റിയറിൽ പിന്നെ ടെയിലായിട്ടുള്ള ചെറിയ മറ്റുള്ള GLS വന്നിരിക്കുന്ന പോലെ തന്നെ 3 സ്പോട്ടായി നിൽക്കുന്നുണ്ട്. താഴെ ക്രോമും കുറച്ചൊന്ന് തിന്നർ ക്രോമായിട്ടുണ്ട്, പക്ഷേ നേരത്തുള്ള പോലെ തന്നെ നമുക്ക് തോന്നും ആ രീതിയിലുള്ള. അപ്പം പുതിയ മൈബാക്ക് GLS എടുത്ത ആൾക്കാരൊന്നും അത്ര വറി ചെയ്യേണ്ട, വലിയ മേജർ ചേഞ്ച് അല്ല വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ലേറ്റസ്റ്റ് എടുത്ത് നമ്മൾ ഷെയ്ൻ നിഗമെല്ലാം എടുത്തൊന്നും വറി ചെയ്യേണ്ട. കുറച്ചൊരു മാറ്റമുണ്ട്, പക്ഷേ അതൊരു വലിയ ചേഞ്ച് അല്ല. മൈബാക്കിൻ്റെ എലമെൻറ്റ് നിലനിർത്തിയിട്ടുണ്ടെന്ന് പറയാം. ഇനിയുള്ള അതിൻ്റെ ബൂട്ടാണ്. ബൂട്ട് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫ്രിഡ്ജ് വരുന്നുണ്ട്, ഫ്രിഡ്ജിൻ്റെ ഭാഗമാണത്. ഫ്രിഡ്ജ് വരുന്നതുകൊണ്ട് കുറച്ച് സ്പേസ് കോംപ്രമൈസ്ഡ് ആണ്. ഇതൊന്നും അത്ര ക്ലീനാക്കി വെച്ചിട്ടില്ല. പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവബിൾ ആയിട്ടുള്ള ഫ്രിഡ്ജാണ്, വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്താലും മതി. അത്രയ്ക്കും നിർബന്ധമായിട്ട് തണുപ്പിച്ച വെള്ളമോ വേറെ എന്തെങ്കിലും കുടിക്കേണ്ട ആൾക്കാരെ ഫ്രിഡ്ജ് വെച്ചോളി. ഇനിയുള്ളത് മെയിൻലി എഞ്ചിനാണ്. എഞ്ചിൻ ഇതിൽ വന്നിരിക്കുന്ന മറ്റുള്ള GLS പോലെയല്ല. ഇതിൽ വന്നിരിക്കുന്നത് V8 ആണ്. V8 എഞ്ചിൻ എങ്ങനെ പെർഫോം ചെയ്യുന്നത് നോക്കാം. V8 ബൈടോപ്പ് എഞ്ചിൻ. സോ ഇതാണ് GLS 600. ഇതിൻ്റെ പുറമെ ഒരു GLSൻ്റെ 63 കൂടെ ഉണ്ട്. ഇതുവരെ ഇന്ത്യയിൽ വന്നില്ല, വരുമോ നമുക്ക് നോക്കാം. ഇനി മൈബാക്ക് GLS 600 വരുന്നതും ഒരു 4 ലിറ്റർ ട്വിൻ ടർബോ V8 ആണ്. ഇതിൽ വന്നിരിക്കുന്നത് 48 വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റമാണ്. V8 മാത്രം 557 HP പവറും 730 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. ഇതിൽ വന്നിരിക്കുന്ന ഹൈബ്രിഡ് സിസ്റ്റം അഡീഷണൽ ആയിട്ട് 22 HP-യും 250 Nm ടോർക്കും നൽകും. ഈ പവർ ട്രെയിൻ മേറ്ററിൽ 9G-ട്രോണിക് ആയിട്ടുള്ള 9 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലേക്കാണ്. ഫുൾ ടൈം ഫോർ ഡ്രൈവ് ആയിട്ടുള്ള ഫോമാറ്റിക് സിസ്റ്റവും വരുന്നുണ്ട്. സോ മെർസിഡീസ് ബെൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷറിയാണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ തന്നെ ലക്ഷറിയുടെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവന്ന 2 മോഡലുകൾ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഒന്ന് മെർസിഡീസ് മൈബാക്ക് GLS 600. മൈബാക്ക് എന്ന് പറഞ്ഞാൽ അൾട്രാ ലക്ഷറീൻ്റെ ലെവലിലേക്ക് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊരു ടൈപ്പ് ഓഫ് ആൾക്കാരെയും ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് കേറ്റർ ചെയ്യുന്നത്. അതേപോലെ തന്നെ S63 AMGയിൽ വന്നിരിക്കുന്ന ലൈനപ്പാണ്. അതും ഒരു പെർഫോമൻസ് ലക്ഷറിയാണ്, വേറെ തരം ആൾക്കാരെ കേറ്റർ ചെയ്യുന്ന വണ്ടിയാണ്. ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് മെർസിഡീസ് ബെൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങളുടെ ചോയ്സ്? നിങ്ങൾ പണം ഉണ്ടെങ്കിൽ AMG ആയിരിക്കും വാങ്ങാം, മൈബാക്ക് ആയിരിക്കും വാങ്ങുക, സിഡാൻ ആയിരിക്കും വാങ്ങുക, SUV ആയിരിക്കും വാങ്ങുക, ഇതൊന്നല്ലാതെ G-Wagon ആയിരിക്കും വാങ്ങുക. ഇതെല്ലാം കമൻറ്റിൽ പറയാം. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക. ഉടനത്തെ ഞാൻ ഇതിൻ്റെ ഡ്രൈവ് കൊണ്ടുവന്നായിരിക്കും. ഇനിയിപ്പം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മൈബാക്ക് 680 എപ്പിസോഡുണ്ട്, അത് കണ്ടിട്ട് മൈബാക്ക് ആസ്വദിക്കും. AMGയിൽ നമ്മളിപ്പം റീസെൻ്റ്ലി കൊണ്ടുവന്ന എപ്പിസോഡും ഉണ്ടാവും, അതും കാണാം. ഈ 2 ലക്ഷറി കാർ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ക്യാമറമാൻ ശ്രീകാന്തിൻ്റെ കൂടെയാണ്. ശ്രീകാന്തിൻ്റെ അമേസിംഗ് ഷോർട്സിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റിൽ വരിക. അടുത്തോടെ മറ്റൊരു എപ്പിസോഡൊക്കെ കാണുന്നവരെ ശ്രീകാന്തിൻ്റെ കൂടെ ആവണമെന്നില്ല, വേറെ ആരും കൂടെ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.